ആനന്ദത്തിന്റെയും ആഹ്ലാദത്തിന്റെയും ഈ സുദിനത്തിൽ ഈ ദേവാലയമണി സ്ഥാപിച്ചുകൊണ്ട് നല്ലവനായ ദൈവത്തെ നമുക്ക് വാഴ്ത്തി സ്തുതിക്കാം. അവിടത്തേക്ക് പ്രത്യേക വിധത്തിൽ നന്ദി പറയുകയും ചെയ്യാം. എന്റെ ജീവിതത്തിൽ മണിക്ക് പ്രത്യേക സ്ഥാനവും അർത്ഥവുമുണ്ട്. ഈ മണിനാഥം നമ്മെ അനുസ്മരിപ്പിക്കുന്നത് പ്രാർത്ഥനയ്ക്കും ആരാധനയ്ക്കുമുള്ള സമയമായി എന്നാണ്. ചില പ്രധാന സംഭവങ്ങൾ നമ്മെ അറിയിക്കുവാനും ഇത് ഉപയോഗിക്കുന്നു. അത് സന്തോഷത്തിന്റെയോ സന്താപത്തിന്റെയോ വാർത്തയാകാം, സഭയുടെയോ പ്രാദേശിക സമൂഹത്തിന്റെയോ ജീവിതത്തെ സംബന്ധിക്കുന്ന ഒരു സംഭവമാകാം. ഈ മണിനാഥം നമ്മെ അനുസ്മരിപ്പിക്കുന്ന മറ്റൊരു മുഖ്യ കാര്യമുണ്ട്. അതായത് നാം എല്ലാവരും ഒരു കുടുംബത്തിലെ അംഗങ്ങളാണ്, ക്രിസ്തുവിൽ ഒന്നാണ്. അങ്ങനെ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ഈ ദേവാലയ മണിയുടെ ആശീർവാദ ക്രമത്തിൽ നമുക്കെല്ലാവർക്കും ഭക്തിപൂർവ്വം പങ്കെടുക്കാം. വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷിക്കപ്പെടും. അവർ എല്ലായിടത്തും പോയി പ്രസംഗിച്ചു. കർത്താവ് അവരോടുകൂടെ പ്രവർത്തിക്കുകയും അടയാളങ്ങൾ കൊണ്ട് വചനം സ്ഥിരീകരിക്കുകയും. കർത്താവായ ദൈവമേ, മറ്റുള്ളവരുടെ സന്തോഷത്തിലും സന്താപത്തിലും ഭാഗവാക്കുകളാകുവാൻ അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചുവല്ലോ. ഞങ്ങളുടെ പരസ്പര സ്നേഹം അനുദിനം വർത്തമാനമാക്കുവാൻ കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിക്കാം. പരമപരിശുദ്ധനായ പിതാവേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. പാപത്താൽ വ്രണപ്പെട്ട് ചിതറിപ്പോയ മനുഷ്യനെ സ്വന്തം രക്തത്താൽ സമുദ്ധരിക്കുവാനും ഒരാട്ടിൻ ഒരുമിച്ച് കൂട്ടുന്നതിന് വേണ്ടി കാഹളം മുഴക്കുവാൻ അങ്ങയുടെ ദാസനായ മോശയോട് അങ്ങ് കൽപ്പിച്ചു. അങ്ങയുടെ സഭയിൽ ഇന്നും ലോഹനിർമ്മിതമായ മണികൾ മുഴക്കിയാണ് വിശ്വാസികളെ പ്രാർത്ഥനയ്ക്കായി ഒരുമിച്ച് കേട്ടരുളണമേ. നിങ്ങളോട് കൂടെ സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഈ മണിയെയും നമ്മുടെ ദേവാലയത്തെയും നമ്മെ ഓരോരുത്തരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ശരി, പയ്യ അടിക്കോ. ഈ പള്ളിമണിയെയും ഈ സ്ഥലത്തെയും ആശീർവദിക്കുന്നു.